ഗുലാം കാഫറാണെന്ന് കണ്ടുട്ടി. പിന്നെ എന്തും തിരിഞ്ഞു. ഈ വലിയ മനസ്സിലായില്ല, നബിയാണെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ആരാണ്? ഖളിർ വലിയാണെന്ന് അഭിപ്രായമുണ്ട്, നബിയാണ്. അപ്പം മഷ്കൂക്കി ഫിയാണ് വലിയ നശിക്കത്തോട് ഞാൻ വലിയ നബിയാണെങ്കിൽ നബി. ഏതായാലും മുസാലിമിന് എത്രയോ താഴെയുള്ള ആളാണ് റുത്ബയിൽ. പക്ഷേ അള്ളാഹു അക്കായിക്ക് തുറന്നിട്ട് ആരിഫാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ആ മനുഷ്യൻ എന്തും തിരിഞ്ഞു. ഈ കുട്ടിന്റെ പെരയിലുള്ള ഉമ്മയും ബാപ്പയും മുമ്പിലാന്നും തിരിഞ്ഞു. കുട്ടീനെ പിടിച്ച് ചോദിക്കണ്ടോ എൻ്റെ കുട്ടി ഇന്നത്തെ ബാപ്പൻ്റെ മഞ്ഞൊക്കെ വർത്താനം നിസ്കാരമൊക്കെ ഉണ്ടോ നിർത്താനോ ചോദിക്കണ്ടോ? ഇല്ല. പൊരൻ്റെ അപ്പുറത്ത് ഇപ്പൊ കളിക്കളത്തിലാണ് കുട്ടിയുള്ളത്. നീ പൊരയിലുള്ള ഉമ്മയും ബാക്കി എന്താണ് അപവാഹു മുഅ്മിനൈനി, ഈ കുട്ടിന്റെ ഉമ്മയും ബാപ്പയും മുഅ്മിനാണ് എന്ന് മുഅ്മിനാണ് നശിച്ചു പോകാനും പാടില്ല. ഈ കുട്ടി വലിയതായ ഉമ്മയും ബാപ്പി ആരാവും? കാഫിറാവും. അത് നശിക്കാൻ പാടില്ല. അപ്പൊ ഇബനാണ് പോയിക്കോട്ടെ, ഇബനോ ഞാൻ നന്നായിക്കൂടെ? നന്നാവൂല. ചില സൈസുകൾ ചേകനൂര് നന്നാക്കാൻ നിന്നിട്ട് കാര്യമില്ല. അതെന്താവൂല, നന്നാവൂല. ചില സാധനം നന്നാവൂല. അതാ ഫിറാഖ് ബൈനിക്ക്, നമ്മൾ തമ്മിൽ പിരിയാനായി. സൗനബിയൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. വീലി മാലൻ തസ്തത്തി അലൈഹി സബ്ര, താങ്കൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത കാര്യത്തിന് ഞാൻ പറഞ്ഞുതരാം എന്താണ്. അമ്മ സഫീന, അപ്പോൾ കപ്പൽ. ഫകാനത്തിൽ മസാക്കിന യഅമലൂന ഫിൽ ബഹരി, സമുദ്രത്തിൽ തൊഴിൽ ചെയ്യുന്ന സാധുക്കളായ മിസ്കിമാരെ കപ്പലാണത്. ഫഅറത്തു അയ്ബഹ, അതിൻ്റെ ഒരു അയ്ബുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. വക്കാന വറാഅഹും മലിക്കുൻ, അത് ചെന്നെത്തുന്ന തുറമുഖത്തിന് രാജാവുണ്ട്. യൗഖുദു, അയാൾ പിടിച്ചടക്കും. കുല്ല സഫീനത്തിൻ, എല്ലാ നല്ല കപ്പലും ഓസ്ബൻ, അക്രമത്തിൽ പിടിച്ചടക്കും. അപ്പം ഈ പാവപ്പെട്ട ഒരു കപ്പൽ നഷ്ടപ്പെടാൻ പാടില്ല. എന്നെ ഞാനേ ചെയ്ത്. അത് ഇസ്ലാമാണ് പ്രത്യക്ഷം. പിന്നെ അമ്മൽ ഗുലാമു, അപ്പോൾ കുട്ടി. ഫക്കാന അബവാഹു മുഅ്മിനൈനി, ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനീങ്ങളാണ്. ഫഖശിന, നാം ഭയപ്പെട്ടു. യുർഹിഖഹുമാ, ഇവൻ ആ മാതാപിതാക്കളെ നിർബന്ധിക്കുമെന്ന്. ഇവൻ വലുതാവുമ്പോൾ തുഗ്യാനൻ, അക്രമത്തിലേക്കും കുഫ്രൻ, കുഫ്രിലേക്കും, അക്രമത്തിനും കുഫ്രിനും ഇവൻ നിർബന്ധിക്കും. അപ്പം ഇവൻ വലിയതായ നാട്ടിൽ അക്രമം ഉണ്ടാവും. ഈ തന്തി തള്ളിയും വഴി തന്തി തള്ളി നാശാവും. അതിൻ്റെ പുറമെ തന്തി തള്ളി ആരും ആവും, കാഫിറും ആവും. അത് മനുഷ്യന്മാർക്ക് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഈമാൻ. ഒരാളെ ഈമാൻ ആർക്കേ മനസ്സിലാവും? വലിയന് തിരിയും, വേറൊരു തിരിയില്ല. വലിയന് തിരിയും. അത് മൂസാ നബിക്ക് തിരിഞ്ഞില്ല. ഇപ്പം ഇതൊന്നും മനസ്സിലാക്കണം. ലാഹിരി ആലിമിന് ഒരു മനുഷ്യൻ്റെ ഈമാൻ ഇസ്ലാം തിരിയും, ഈമാൻ തിരിയൂല. ആ പള്ളിയൊക്കെ ജമാഅത്തിന് വരാത്തൊരു വ്യക്തി, അയാൾക്ക് ഇനി കാരണം ഉണ്ടാവും. മനസ്സിലാണ്ട് പറഞ്ഞത്. പക്ഷെ അവൻ വലിയ മുഅ്മിനായിരിക്കും. നിങ്ങൾക്കത് അറിയില്ല. അയാളെന്താ അങ്ങനെ അറിയില്ല? ഈമാൻ ആർക്കേ അറിയുള്ളൂ. വലിയനറിയും, വലിയനറിയും ഈമാന്. അത് ഉള്ളറിവാണ്. ആലിമിനെ അറിയുന്നല്ല. സാധാരണ ആലിമിന് എന്താ അറിയില്ല. സാധാരണ അസാധാരണ പറയണ്ട. ലാഹിരി ശരീഅത്തിന്റെ ആളുകൾക്ക് എന്തറിയില്ല? ഈമാൻ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയും. അല്ല ഈമാനു ബില്ലാഹി തുമിന ബില്ലാഹി മലായികത്തി കുതുബി റുസുലി, അത് നിങ്ങൾ കൊടുപ്പിച്ചു, ബുക്കും വിറ്റോളി, പൈസയും വാങ്ങിക്കോളി, ഒന്നും പ്രശ്നമില്ല. എന്തറിയില്ല? ഈമാൻ അറിയില്ല. ഈമാനാണ് വേറെ സംഗതിയാണ്. അത് വലിയനറിയും. വലിയന് ഈമാൻ മെനക്കെട്ടിട്ട് നന്നാവണോനെയും തിരിയും, മെനക്കെട്ടിട്ട് തിരിയാത്തവനെയും തിരിയും. ചില ആളിപ്പോൾ വരുമ്പം ഇപ്പോൾ ഉദാഹരണം പറയാം, ചേകനൂര് ദർസിൽ പഠിക്കാം ചെന്നപ്പോൾ മനസ്സിലായില്ലേ, കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ ദർസൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ കുറ്റം വേണ്ട, ഞാൻ അതിൻ്റെ പേരും പറഞ്ഞു നടക്കണ്ട. ഇവിടെ പ്രസിഡൻറ്റിനോട് ഞാനിപ്പോൾ പഠിക്കാൻ സമ്മതിച്ചില്ലാന്ന് പറയണ്ട. അതേ സമയത്ത് മേമുണ്ടക്കാരൻ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ എന്ന ആളിൻ്റെ അടുത്ത് കണ്യത്ത് ദർസിൽ അയാളോട് എന്നോട് പഴമക്കാർ പറഞ്ഞ വർത്താനം തെളിവൊന്നും എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അപ്പോൾ അത് കണ്ണിത്തിന് കൂടെ ഉണ്ടായിരുന്ന ഒരാളിനോട് പറഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞബ്ദുള്ളോലിയർ ചേകനൂരിൻ്റെ വർത്താനം കാര്യമൊക്കെ കേട്ടിട്ട് ചങ്ങാറ്റം പറ്റിയപ്പോൾ കുഞ്ഞബ്ദുള്ളോലിയരെ ഒറ്റക്ക് വിളിച്ചാണ്ട്, ബാല്യക്കാരൻ കുട്ടിയാണ് വിളിച്ചത്, കുഞ്ഞബ്ദുള്ള ഓൻ്റെ ഒപ്പം നടക്കണ്ട കേട്ടോ, ഓൻ്റെ ഒപ്പം നടക്കണ്ട കേട്ടോ. അന്ന് ചേകനൂരല്ല. ചേകനൂർ ആവുന്നത് പിന്നെയും കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ടാണ്. ഇത് ആരിഫിനറിയും. കണ്യത്താര ആരിഫാണ്. ആരിഫിനെ തിരിയും. അത് ആരിഫിന് തിരിയും. അതിൻ്റെ അടുത്ത് ആ സ്ഥാനത്ത് നിന്ന് ഇരിക്കുന്നവർക്കൊക്കെ തിരിയുന്നല്ല. അത് വ്യക്തിപരമാണ്. അത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനത്തിൻ്റെതല്ല. അത് വ്യക്തിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതതിൻ്റെ അർത്ഥം. ആരും ഇവിടെ കുറ്റം പറയല്ല. അപ്പം നമ്മളും അങ്ങനെയാണ്. നമ്മൾ വലിയ ആയാലാവും. നമ്മൾ വിലായത്താണ്. കണ്യത്ത് വിലായത്തുള്ള മഹാനാണ്. കണ്യത്തിനെ കൊണ്ടുവന്നൊരു മമ്പാട് മഴ പെയ്തത് എന്നോട് കണ്യത്തിനെ കൊണ്ടുവന്ന് മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ കണ്യത്ത് പറഞ്ഞു, ഇന്ന് ദ്വാരക്കണില്ല, എന്നൊരു വയൽ പറഞ്ഞുതരാം, നാളെ നോമ്പ് നൂറ്റി പോത്തുകളെയും കൊണ്ട് വരും. 3 ദിവസം നോമ്പോട് ഒൽപ്പിച്ചു. പോത്തുകളെയും കൊണ്ട് വരാൻ പറഞ്ഞു.
എന്നിട്ട് നാക്കാലികൾ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് നാക്കാലികളെയും മുന്നിൽ വെച്ച് കണ്ണിയത്ത് ദ്വായിരുന്നു. എന്ത് പടച്ചോനെ, ഞങ്ങൾ ദോഷികളാണ്, ഇവർ ദോഷികളല്ല. ഇറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കൽ ഞങ്ങളെ കടമയാണ്. ഇറ്റങ്ങൾക്ക് കൊടുക്കാനുള്ള വെള്ളമൊന്നും ഞങ്ങളെ കിണറ്റിൽ ഇല്ല പടച്ചോനെ എന്ന് പറഞ്ഞു. ആ ദുആ കഴിഞ്ഞപ്പോഴത്തിന് മഴ പെയ്തത് ഞാൻ അനുഭവിച്ചതാണ് എന്ന് പടച്ചോനെ. ഇന്ന് ആ മനുഷ്യൻ മരിച്ചു, ആ മനുഷ്യൻ്റെ മകൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. മമ്പാട് ചോദിക്കി, നിങ്ങൾ ആണുങ്ങളുടെ പേര് തെളിവ് ഞാൻ കാണിച്ചത്. കണ്യത്തള്ളാൻ്റെ വലിയാണ്. കണ്യത്തിന് അതാരും ചേകനൂരിനെ പറ്റൂല. പക്ഷെ എന്താ ദർസ് തുറന്നു കൊടുത്തു. അതെ കുഞ്ഞബ്ദുള്ളോലിയോട് എന്ത് പറഞ്ഞു? കുട്ടിയെ ഓനെപ്പം കൂടണം കേട്ടോ പറഞ്ഞു. ഇതന്നെയാണ് ഇപ്പം അത് വലിയനെ അറിയും. മൂമിനല്ലാത്തതിന് ആർക്ക് തിരിയും? പറേ വലിയന് തിരിയും. ചിലർ നന്നാക്കിയാൽ നന്നാവണവരോണ്ട് നന്നാക്കിയാൽ നമ്മ കണ്യത്തിന് ചേകനൂരാൻ നന്നാക്കി കൂടാനും. ചിലത് എന്താവൂല, നന്നാവൂല. നിങ്ങൾ ആശാരിപ്പണിക്കുന്ന കാർപ്പൻ്റർക്ക് മുട്ടി അങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പം മുട്ടി അങ്ങനെ ഇട്ടപ്പോൾ മുട്ടി അങ്ങനെ ചവിട്ടി, കാലുകൊണ്ട് ചവിട്ടി ഓനങ്ങനെ അങ്ങോട്ടാക്കി. കസേര ഉണ്ടാക്കാനാണ് ആശാരി എന്ത് പറഞ്ഞു? ഞാൻ മൂല്യപ്പളെ പോകാണ്. എന്ത് ഇതിന് പറ്റൂല, ഇത് ബറകിൻ്റെ മര, ഇത് ബറകിനെ പറ്റുള്ളൂ, ഫർണിച്ചറിന് പറ്റൂല. ആർക്ക് തിരിയും? കാർപ്പൻ്റർ ആശാരിക്ക് തിരിയും. എനിക്ക് തിരിയില്ല, ഇത് അന്നാരോ പറ്റിച്ചാണ് പറഞ്ഞ മനസ്സിലായി. അതേ കാർപ്പൻ്റർ, അത് ഓൻ്റെ തൗഫീഖാണത്. ഓൻ അയിമ പണിയെടുക്കുമ്പോൾ ഓൻ തിരിയും. കണ്യത്ത് ഈമാന്മ പണിയെടുക്കുന്ന ആളാണ്. അപ്പോൾ മൂമിനാരാ മൂമിനല്ലേന്ന് ആർക്ക് തിരിയും? കണ്യത്തിന് തിരിയും. അല്ല എനിക്ക് തിരിഞ്ഞു. കണ്യത്തിൻ്റെ അതേ ദർസ് പിറ്റത്തെ കൊല്ലം ആ കോളേജ് കുത്തിരുന്നാൾ കണ്യത്ത് ചന്തി വെച്ചു കൊടുത്ത് ഇജ് ചന്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇജ് തുടങ്ങി എന്ത് ദർസ് എനക്കത് തിരിയോ? ചാര കണ്യത്തിലുള്ള പള്ളിയിൽ ഇപ്പം ഇജാണ് മുദരിസ്, എനക്ക് തിരിയോ? എനക്ക് നാട്ടുകാരോടും പെണ്ണുങ്ങളോടും എന്ത് പറയാ? എൻ്റെ ഓളോട് പോയിട്ട് എന്ത് പറയാ? പിന്നെ ഇപ്പം ഞാൻ ആരാന്നപ്പം ഇജ് വിചാരിച്ച് ഞാൻ കണ്യത്തിൻ്റെ തലക്കാണിമ കുത്തിരുന്നാണ്ടാണ് ഇപ്പോൾ ദർസ്. അവിടെ എനിക്ക് ദർസ്. അപ്പം ഓളൊന്നുകൂടി ഓളെ ഏട്ടത്തിനെ വിളിച്ചു. നിങ്ങൾക്ക് അറിയോ ഇക്കാക്കാൻ്റെ കാര്യം? ഇക്കാക്കാക്ക് ഇപ്പോൾ കണ്യത്തിൻ്റെ ദർസാപ്പോൾ ഉള്ളത്. അപ്പോൾ ഇക്കാക്ക വലിയ മന്ത്രിച്ചൂതിൻ്റെ ഒക്കെ ആരും ഒറ്റ ഊത്തുകൊണ്ട് നാട്ടുകാരെ ദീനം മുഴുവനും കൊറോണയൊക്കെ മാറ്റാൻ കഴിയുന്ന കഴിവിലെത്തിയെന്നാണ് ഓളും ഏട്ടത്തിയും വിചാരിക്കുന്നത്. അതുകൊണ്ട് ഓളൊന്നും കൂടി നന്നായി ഭയപ്പെട്ട് കൊടുക്കും. അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്താവൂല എന്താവൂല, നാട്ടുകാരെ കൊറോണ മാറൂല. അപ്പം അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അമ്മ സഫീൻ നോക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും ഞാൻ വിടൂല. പിന്നെ അമ്മ സഫീനത്ത് ഫകാനത്തിലെ മസാക്കീന യഅമലൂന ഫിൽ ബഹർ ഫഅറത്തു അൻ അഇബഹാ വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനീനി ഫഖശീന അൻ യുർഹിഖുഹുമാ തുഗ്യാനൻ വകുഫ്റാ. അപ്പോൾ ആദ്യത്തെ ഇമ്ര, രണ്ട് നുക്ര. എന്താ ഇമ്രൻ്റെ കാരണം? അത് അതിൻ്റെ അവർക്ക് കുറച്ച് അനുഭവങ്ങൾ നേരിട്ട് കാണുമായിരുന്നു. എന്തിനെ? ഈ രാജാവിനെ പിടിച്ചടക്കും ചെയ്യും. അപ്പം ഇപ്പം തന്നെ ചെയ്തതാണ്. രണ്ട്, നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയൂല, എനിക്കേ കഴിയാൻ കഴിയുള്ളൂ. ഇനി അവിടേക്ക് ഇപ്പം മൂസാ നബിക്ക് തുറക്കാത്ത നമ്മളെ പാഠത്തിന് വേണ്ടിയാണ്. അല്ലാതെ മൂസാ നബി ഇത് തുറന്നു കിട്ടാത്ത വ്യക്തിയെ അല്ല. അത് കണ്യത്തിനും തിരിയും, അത് ശംസുല്ലമക്ക് തിരിയും. ഈമാനുള്ള ഞങ്ങൾ എന്നോട് പറഞ്ഞില്ലേ, ഒരു വഹാബി എൻ്റെ വാപ്പാനൊപ്പം കൂടിയിട്ട് എന്ത് ചെയ്തു? അക്കാലത്തും സുന്നിയാണ്. എന്നിട്ട് അസമൂലത്ത് പോയി. പാലക്കാട് ജന്നത്തുൽ ഉലൂമിൻ്റെ പള്ളിയിൽ ഉള്ളിന്ന് ഉള്ളെടുക്കുമ്പോൾ ഇയാൾ ഈ വാപ്പാൻ്റെ ഒപ്പം പോയ ആൾ എന്ത് ചെയ്തു എന്നറിയോ? ഉള്ളെടുത്ത് കയറി വേഗം അയാൾ അസമൂലരെ മുറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അസമൂല സലാം അടക്കിയില്ല. എൻ്റെ വാപ്പനോട് 100 വട്ടമൊന്നല്ല ഈ സംഭവം പറഞ്ഞു. 100 വട്ടമൊന്നല്ല. എൻ്റെ വാപ്പയും അസമൂല അത്രയും വലിയ ബന്ധമായിരുന്നു. ആ ഒരു തൗഫീഖാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. അല്ല ഒന്നല്ല, എൻ്റെ ബാപ്പാൻ്റെ പൊന്നുമോനാണ് ഞാൻ. എനിക്ക് എൻ്റെ വാപ്പാക്ക് എന്നെ അത്ര ഇഷ്ടമായിരുന്നു. അസമൂലിയർ ബാപ്പ എന്ന് പറയുന്ന ബന്ധം വളരെ വലുതാണ്. അസമൂലിയർ എത്ര വട്ടാണ് ഈ ക്യാൻസർ മുസ്ലിയാർ എത്ര ദിവസമാണ് എൻ്റെ വീട്ടിൽ വിരുന്ന് വാർത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും ഉണ്ട്. ഒക്കെ ഞാൻ അനുഭവിച്ചതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അസമൂലിയർ ഇയാൾക്ക് സലാം മടക്കിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ബാപ്പ അസനൊക്കെ പിന്നെ കയറി ഒന്നു കൊടുത്ത് കയറി സുന്നത്തൊക്കെ അസമൂലിയർ ചെന്നപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്തിനാ അംസാജി ഈ ജാതി വഹാബികളെയും കൊണ്ട് കിടക്കണം? വഹാബിയൊന്നുമല്ല, അത് നമ്മളെ നാട്ടിലെ കാരണവരാണ്. വഹാബിയാണ്, നമ്മളെ മുഖത്തിൻ്റെ വഹാബിയാണ്. ഈ മനുഷ്യൻ പിന്നെ വഹാബിയായി. കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞു വഹാബിയായ വ്യക്തി. പിന്നെ ഒരു വഹാബി പള്ളിയുടെ കൈകാര്യകർത്താവായി.
കൊല്ലങ്ങൾ അനവധി കഴിഞ്ഞിട്ട് അതെനിക്ക് അനുഭവമുണ്ട്. ഈ സംഭവം എനിക്ക് അനുഭവമുണ്ട്. അപ്പം എപ്പോഴും പറയാം സംഭവം. അസമോലി എന്നോട് ദേഷ്യപ്പെട്ടു. അയാളെയും കൊണ്ട് ചെന്നപ്പോൾ എനിക്കോർമ്മ നോക്കണ കാലത്ത് അയാൾ നാട്ടിൽ വഹാബിയാണ്. ഇത് എത്രയോ കൊല്ലം മുമ്പ് ആര് മനസ്സിലാക്കി? എന്തുകൊണ്ട്? അവർ പണിയെടുത്ത് കൂലിക്കല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഒരു വലിയ ആലിം വലിയായിരിക്കും, പൈസക്കല്ല, ജനങ്ങൾ മുന്നിൽ ആളാകല്ല. ജോലി മുതലാളിനെ ഒരു വില വെക്കൂല, ഇറങ്ങട പുറത്ത് എന്ന് പറയും. അങ്ങനത്തെ സംഭവം ഉണ്ട്. മുതലാളി വന്നപ്പോൾ ഇറങ്ങട പുറത്ത് എന്ന് പറഞ്ഞ സംഭവം അസംബോലിക്കുണ്ട്. അള്ളാഹു തൃശ്ശൂർ എന്നെ കുറിച്ച് പിന്നെ ബഹുമാനപ്പെട്ട എന്താ പറയുക, നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിലൊക്കെ വലിയ ഉണ്ടായിരുന്നൊരു തൊഴിയൂർ കുഞ്ഞുമമ്മദ് മുസ്ലിയാർ, തൊഴിയൂർ കുഞ്ഞുമമ്മദ് മുസ്ലിയാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അസംബോലിയാർ പറഞ്ഞ് കരിഞ്ഞു ഒരിക്കൽ എന്നോട്. അതായത് അസം മുസ്ലിയാർ തൃശ്ശൂർ ഒരു കേസ് വാദിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഒരു കേസുണ്ടായി കോടതിയിൽ കുത്തുബ പരിഭാഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ കോടതി എന്ത് പറഞ്ഞു? കോടതി പിരിയുന്നതിന് മുമ്പ് ഒരു ആലിമിനെ, ഒരു മുസ്ലിം പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് ഇതിന് തെളിവ് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്ത് ചെയ്തു? ഒരാളെ പറഞ്ഞേക്കഞ്ഞ് ഫോൺ ചെയ്ത്, എനിക്കറിയില്ല ഏതൊരാളെ പറഞ്ഞേച്ചോ മറ്റോ എന്തോ ആളെ പറഞ്ഞേച്ചായിരിക്കും. ഒരാൾ വന്ന് അസംബോലിയിൽ ദർശനത്തിനോടത്തെന്ന് പറഞ്ഞു, കോടതി പിരിയുന്ന മുമ്പ് ആളെത്താന്ന് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്, ഞാൻ പാഞ്ഞു വന്നതാണ്. അപ്പോൾ അസംബോലിയിൽ കിട്ടിയ കുപ്പായിട്ട് പാഞ്ഞു കോടതിയിൽ വന്നു. കോടതിയിൽ വാദിച്ചു. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ജയിച്ചു. ഹുത്തു ഒരു വർഷം തെറ്റാന്ന് കോടതി വിധി എഴുതി. തിരിച്ച് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേന് പാലക്കാടേക്ക് ബസ്സുണ്ട്. ബസ് കയറി. ബസ്സൊക്കെ ഒരു കയറ്റി വിട്ടു. 10 റുപ്യ കൊടുക്കാൻ പറ്റും. ഇത് എവിടുന്നോ അയലുമെന്നെടുത്ത കുപ്പായാണ്. ഈ കുപ്പായം ഇപ്പോൾ ഉപയോഗിക്കുന്ന കുപ്പായല്ല, അതിലെന്തില്ല, പൈസ ഇല്ല. ഈ സംഭവം എന്നോട് തൊഴിയൂര് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അസംബോലിയിൽ ബസ് കയറി, KSRTC ബസ് ഇങ്ങനെ കണ്ടക്ടർ വന്നപ്പോൾ പിന്നീട് അസംബോലിയിൽ സംഭവം പറഞ്ഞത്. പിന്നെ ഇവർ പോയി ഞങ്ങളൊന്നും തന്നില്ലല്ലോ. അപ്പോൾ ആ അനുഭവം പറഞ്ഞു കൊടുത്തു. പഠിച്ചോനെ ചിന്നെ മാനം കെടുത്തല്ലേ. പ്രത്യേകിച്ച് KSRTC കണ്ടക്ടർമാരൊക്കെ അക്കാലത്ത് മൂല്യന്മാരെ കണ്ട കളിയാക്കും. പഠിച്ചോനെ ചിന്നെ മാനം കെടുത്തല്ലേ. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചു, ഉസ്താദേ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ ഉസ്താദ് മുപ്പര അങ്ങോട്ട് ചെന്നു. അപ്പോൾ അവൻ എണീറ്റിട്ട് ആ സീറ്റ് കൊടുത്തു. സീറ്റിൽ അസംബോലി ഇരുന്നു. അവർ കണ്ടക്ടർ എത്തിയപ്പോൾ അസംബോലി പോക്കറ്റിൽ കൈയിട്ടു. അസംബോലി പോക്കറ്റില്ല. അവർ തന്നെ പറയണ്ട, അത് ഞാൻ കൊടുക്കുന്ന പറഞ്ഞു. ഓൻ കൊടുത്തും ചെയ്തു. ഓലെ വഷളാക്കൂല, ആരും വഷളാക്കൂല, അള്ളാഹ് വഷളാക്കൂല. കാരണം അവർ ജീവിച്ചത് ആർക്ക് വേണ്ടിയാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണടാ. ഈ കേസൻ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചാ ഇതിരിക്ക അനുഭവ. ഈ ഭൂലോകത്ത് ആരെതിരാണെങ്കിലും ഞാൻ പറയും, ഈ കേസൻ എന്ന മനുഷ്യൻ ജീവിച്ച അള്ളാഹ്ക്ക് വേണ്ടിയാണ്. 100 വട്ടം ഞാൻ പറയും. എനിക്കത് ഉറപ്പാണ്. ഞാനത് അനുഭവിച്ചതാണ്. കാരണം എൻ്റെ വീട്ടിലെ നിത്യസന്ദർശകന്മാരിൽ ഒരാളാണ് ഈ കേസ് മുസ്ലിം. അപ്പം ആ വ്യക്തി മാനം കെടൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പം അവർക്ക് തിരിയും, വാബിനെ തിരിയും, മറ്റോനെ തിരിയും, ചേകനൂരിനെ ആർക്ക് തിരിയും, കണ്ണിയത്തിന് തിരിയും, വാബിനെ തിരിയും, ഒക്കെ തിരിയും. ഓലക്കള്ളാൻ്റെ ഔലിയാക്കന്മാരാണ്. ആ തലയെക്കെട്ട് ഇന്ന് എൻ്റെ തല കണ്ണിയത്തിൻ്റെ തലയിലും അസംബോലിയ തലയിലും 1.25 മീറ്ററിൻ്റെ തലയെക്കെട്ടാണ്. എൻ്റെ തലയിൽ ഇപ്പം 7 മീറ്ററിൻ്റെ തെരികയാണ്. ഇത് തെരികൊണ്ട് വേണം ജനങ്ങൾക്ക് മോലിലാൻ തിരിയണമെങ്കിൽ. അസംബോലിയൊക്കെ വേണ്ട, കണ്ണിയത്തിനെ വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? അതന്നെ, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പം അവർ രണ്ടാമത്തത് ഈമാനാണ്. അപ്പം ഹത്ത ഇതല്ല കയ്യാ കണ്ടപ്പോൾ തന്നെ ഇത് മനസ്സിലായി. എന്ത് ഹത്ത ഇതാ ലഖിയാ മനസ്സിലായി? ഇവർ ആരെ കണ്ടുമുട്ടി? ഈ ഗുലാമിനെ മോനെ ആരെ കണ്ടുമുട്ടി? ഈ ഗുലാമിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഈ ഗുലാം കാഫിറാണെന്ന് കണ്ടുമുട്ടി. പിന്നെ എന്തും തിരിഞ്ഞു. ഈ വലിയ മനസ്സിലായില്ല. നബിയാണെങ്കിൽ വലിയ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ആരാണ്? ഖളിർ വലിയാണെന്നും അഭിപ്രായമുണ്ട്, നബിയാണ്. അപ്പം മഷ്കൂക്കി ഫിയാണ് വലിയാന്ന് ശിക്കത്തോട് ഞാൻ വലിയ നബിയാണെങ്കിൽ നബി. ഏതായാലും മുസാലിമിന് എത്രയോ താഴെയുള്ള ആളാണ് റുത്തുബയിൽ. പക്ഷേ അള്ളാഹു അക്കായിക്ക് തുറന്ന താരിഫാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. ആ മനുഷ്യൻ എന്തും തിരിഞ്ഞു. ഈ കുട്ടിന്റെ പെരയിലുള്ള ഉമ്മയും ബാപ്പയും മുഅ്മിനാന്നും തിരിഞ്ഞു. കുട്ടീനെ പിടിച്ച് ചോദിക്കുന്നുണ്ട്, അല്ല കുട്ടി ഇന്നത്തെ ബാപ്പൻ്റെ ഉമ്മാൻ്റെയൊക്കെ വർത്താനം, നിസ്കാരമൊക്കെ ഉണ്ടോ, എത്താണോ ചോദിക്കുന്നുണ്ടോ? ഇല്ല. പൊരൻ്റെ അപ്പുറത്ത് ഇപ്പൊ കളിക്കളത്തിലാണ് കുട്ടിയുള്ളത്. നീ പൊരയിലുള്ള ഉമ്മയും ബാക്കി എന്താണ്? അപവാഹു മുഅ്മിനൈനി, ഈ കുട്ടിന്റെ ഉമ്മയും ബാപ്പയും മുഅ്മിനാണ് എന്ന്, മുഅ്മിനാണ്, നശിച്ചു പോകാനും പാടില്ല. ഈ കുട്ടി വലിയതായ ഉമ്മയും ബാപ്പയും ആരാവും? കാഫിറാവും. അത് നശിക്കാൻ പാടില്ല. അപ്പൊ ഇവനാണ് പോയിക്കോട്ടെ, ഇവനോ നന്നായി കൂടെ നന്നാവൂല. ചില സൈസുകൾ
ചേകന്നൂരിനെ നന്നാക്കാൻ നിന്നിട്ട് കാര്യമില്ല, അതെന്താവൂല, നന്നാവൂല, ചില സാധനം നന്നാവൂല. അവൻ മൂസാ നബിക്ക് നബിക്കൊണ്ട് ബാതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, കുട്ടിയെ നമ്മൾ മുഅ്മിനീങ്ങളാണ്, ഇങ്ങനെയാണെന്ന് അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വെറുതെ നേരം കളയാന്നല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പുറത്തെ പീടി കയറി ചായയും ഉണ്ടി തിന്നാലും വേണ്ടില്ല, ഇവനോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റ കാര്യമില്ല. ഓനെ വേണം നല്ലതുണ്ടാക്കുക, ഓനാണ് സൈസാക്കുക, കൊന്നു. ഇത് ശരിയത്തല്ലേ? ഇത് വേറെ ശരിയത്താണ്. ഈ ശരിയത്ത് ആർക്ക് തിരിഞ്ഞില്ല? മുസ്ലിമിക്ക് തിരിഞ്ഞ വേറെ ശരിയത്താണ്, ബഹ്റൈനാണല്ലോ. അവർക്കത് ചെയ്യണമെങ്കിൽ അള്ളാഹു നടപ്പിലാക്കാൻ പറഞ്ഞതല്ലേ ശരിയത്ത്, നടപ്പിലാക്കിയതല്ലേ ഇവിടെ കൊല്ലല്. അപ്പൊ ആ ശരിയത്ത് ആരെ ശരിയത്തല്ല? മൂസാ നബിക്ക് എൻ്റെ ശരിയത്തുമല്ല, മൂസാ നബിക്ക് തിരിയുന്ന ശരിയത്തുമല്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ചില ഔലിയാക്കന്മാരാ ഇതൊക്കെ യാമനാൾ വരെ ഇങ്ങനത്തെ ഇബാദത്ത് ഉണ്ടാവും. അബുദം മിൻ ബാദിന, നമ്മൾ ശരിയത്തിന് നേരെ വിരുദ്ധമായത് അവർ ചെയ്തേക്കാം, നമുക്ക് പറ്റൂലെങ്കിൽ ഹാദാ ഫിറാഖു ബൈനി വബൈനിക്. അല്ലാതെ എന്താക്കണ്ട, ഓരോട് തല്ലാൻ നടക്കണ്ട, ഓലപ്പറ്റി സമ്മേളനത്തിൽ നോട്ടീസ് അടിച്ച് കുറ്റക്കാരാക്കണ്ട. നമുക്കോലെ പറ്റി അറിയില്ല. പിന്നെ അറദിന നോക്കി നിങ്ങൾ, ആദ്യം ഇമ്ര, പിന്നെ നുക്ര, പിന്നെ അജറ. ആദ്യം ഇസ്ലാം, പിന്നെ ഈമാൻ, പിന്നെ ഇഹ്സാൻ. ഇഹ്സാൻ പറഞ്ഞാൽ എന്താ? ഇത് ഞാൻ പൈസക്ക് വേണ്ടി ചെയ്താൽ ഇവിടെ വജുഹുള്ള ഒഴിവായി. ഇത് ഞാൻ എന്തിനാ ചെയ്യണത്? അവരോടത് പോയി പറഞ്ഞിട്ട് കാര്യമല്ല, അവരത് നന്നാക്കണവർക്ക് ഉണ്ടാവില്ല. ഓലവിടെ വന്ന് കൈ കുത്താനും പാടില്ല. ഒരു കൈ കുത്തിയാൽ പിന്നെ അവർ മാന്തിയ കുട്ടികളെ മുതലും കൊണ്ടുപോയി കള്ളന്മാരാണ്. ആ ബാപ്പ മരിച്ചപ്പോൾ, വല്യാപ്പയാണെന്ന പ്രധാനപ്പെട്ട അഭിപ്രായം, വല്യാപ്പ മരിച്ചപ്പോൾ ഇവിടെ ആരെയും ഏൽപ്പിക്കാന്നത് വിശ്വസിക്കാൻ പറ്റിയ ഒരാളാ നാട്ടിൽ ഇല്ല. പിന്നെ അള്ളാഹു ഇൽഹാം കൊടുക്കും ഈ കുട്ടികൾക്ക്. ആ വല്യപ്പ ദ്വായിരുന്നു കിട്ടി. എന്താ പിന്നെ അവിടെ പറയണത്? അമ്മൽ ജിദാറു ഫകാനലി ഗുലാമൈനി യതീമൈനി. അല്ല, ഞാൻ തിരിച്ചു വരാം. وأما الجدار فكان لغلامين يتيمين في المدينة وكان تحته كنز لهما. അതിന് അടിയിൽ അവർക്കുള്ള നിധിയുണ്ട്. വക്കാന അബൂഹുമാ സാലിഹ, ജദ് പാപ്പയാണെങ്കിലും വലിയ അങ്ങനെ രണ്ട് തഫ്സീറുണ്ട്. ഫഅറാദ റബ്ബുക, താങ്കളുടെ റബ്ബ് ഉദ്ദേശം അയ്യബ്ലുഗ അശുദ്ധഹുമാ, അവർ രണ്ടാളും യുവാക്കളാകണമെന്ന്, വയസ്തഖ്രിജ പുറത്തെടുക്കണമെന്ന്, കൻസൗമ അവർക്ക് വിധിക്കപ്പെട്ട ഈ നിധിയെ, റഹ്മത്ത മിർ റബ്ബിക റബ്ബിന്റെ റഹ്മത്തായി അവർക്കത് കിട്ടാൻ റബ്ബ് തീരുമാനിച്ചു. മാ ഫഅൽതു അൻ അംരി, ഞാൻ സ്വയം ചെയ്തതല്ല. അവിടെ ആണ് കളഞ്ഞു. എന്തിനാണെന്നറിയോ? ധൃതി ഒന്നും കൂടി കാട്ടാൻ വേണ്ടി. എല്ലായിടത്തും മാൽ തസ്തിയ, ഇവിടെ എന്തില്ല, അവരെ ക്ഷമല്ലായ്മ അവിടെ തന്നെ കാട്ടി. എന്ത് അവിടെ എന്ത് കളഞ്ഞു? എല്ലായിടത്തും ഇവിടെ അതിന്റെ മേലെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇനി ഇവിടെ നിങ്ങൾ നോക്കി, അപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ നോക്കി, നിങ്ങൾ ഇവിടെ കളി കണ്ടില്ല നിങ്ങൾ. ഇവിടെ എന്താ പറയുന്നറിയോ? നോക്കി വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫ്റാ ഫഅറദ്നാ, നാം ഉദ്ദേശിച്ചു, അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ, ഇവർ രണ്ടാൾ അവർ ആ മാതാപിതാക്കൾ റബ്ബ് അവർക്ക് പകരം കൊടുക്കണമെന്ന്, ഖൈറൻ മിൻഹു സക്കാത്തൻ, പരിശുദ്ധതയിൽ ഇവനേക്കാൾ ഖൈറായ ഒരാളെ, വഅക്രമ റഹ്മ, കാരുണ്യത്തിൽ ഇവനേക്കാൾ മാതാപിതാക്കളോട് അടുത്ത ഒരാളെയും കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അവിടെ ഞാൻ ഉദ്ദേശിച്ച പണി ആര് ചെയ്തു? നാം ഉദ്ദേശിച്ചു റബ്ബ് അവർക്ക് പകരം ഒരു കുട്ടിയെ കൊടുക്കണമെന്ന് നാം ഉദ്ദേശിച്ചു. അത് റബ്ബ് കൊടുത്തു. എന്റെ താഴത്ത് നോക്കാണ്. ഇവര് യുവാക്കളാവുന്ന ആ കുട്ടികളെ, യുവാക്കളാവുന്നവരെ ഈ നിധി പുറത്താകരുതെന്ന് റബ്ബ് ഉദ്ദേശിച്ചു. അത് ഞാനും ചെയ്തു. ഞങ്ങൾ തമ്മിൽ 50-50. ഞങ്ങൾ ഭയങ്കര ബന്ധത്തിലാണ്. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ച റബ്ബ് ചെയ്യും, ചിലപ്പോൾ റബ്ബ് ഉദ്ദേശിച്ച് ഞാനും ചെയ്യും. തിരിഞ്ഞിട്ടില്ല. എന്താ കളി കളിച്ച് മനസ്സിലായില്ല. ഇതാണ് അവര്. ഞാൻ അവിടെ എന്താണ് അവിടുത്തെ കളി കണ്ടില്ലേ? അത് പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ചു.
എന്ത് ഞാൻ ഉദ്ദേശിച്ചു എന്ത് റബ്ബുമ്മ. അപ്പൊ കുട്ടികളെ കൊടുക്കാന്ന് പറഞ്ഞാല് ഇതിപ്പോ കുട്ടികളെ കൊടുക്കൽ നാടൻ പണിയല്ല, മതിലുണ്ടാക്കൽ നാടൻ പണിയാണ്. ഇപ്പൊ നാടൻ പണിനെ ആരിലേക്ക് ചേർത്തു? അള്ളാഹുവിലേക്ക് ചേർത്തു. കുട്ടികളെ കൊടുക്കല്ലോ എന്നിലേക്കും ചേർത്തു. മനസ്സിലായില്ല? അപ്പൊ കുട്ടികളെ കൊടുക്കാൻ ആര് വിചാരിച്ചാൽ നടക്കും? വിചാരിച്ചാൽ നടക്കും. എന്തുകൊണ്ട്? അത് റബ്ബ് കൊടുക്കേണ്ടതാണ്. വലിയ പറഞ്ഞാൽ റബ്ബോട് കൊടുക്കും. മറ്റേ നാടൻ പണിയാണ്, അത് റബ്ബ് ഉദ്ദേശിച്ച് നാടൻ ഇങ്ങോട്ടും ചെയ്യും. മനസ്സിലായില്ല? ആദ്യം പറഞ്ഞോടത്ത് എന്താ ഉള്ളത്? ഞാൻ ഉദ്ദേശിച്ചത് ആര് ചെയ്യാണ്? റബ്ബിയാണ്. രണ്ടാമത് പറഞ്ഞോടത്തോ റബ്ബ്. എന്താണ് പറഞ്ഞത് കുട്ടികളെ? ആദ്യത്തെ ആയത്തിൽ എന്താ ഉള്ളത്? ഞാൻ ഉദ്ദേശിച്ച റബ്ബ് ചെയ്യുന്നു. രണ്ടാമത്തെ അതിന്റെ താഴെയുള്ളത് എന്താ? കുട്ടിയെ കണ്ടില്ലേ? അവിടെ ആയത്ത് നോക്ക് കുട്ടി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാബിയൊക്കെ നടക്കണ്ട, നോക്കിക്കോ, ശരിക്കും നോക്ക്. ഈ ആ ബുദ്ധികൾക്ക് ഇതൊന്നും അറിയില്ല. പരിഭാഷ വായിച്ചിട്ട് കാര്യമല്ല. എനിക്ക് അള്ളാഹിന്റെ സഹായത്താൽ അൽ-കഹ്ഫിന് വ്യാഖ്യാനം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. മനസ്സിൽ ഒരാഗ്രഹമുണ്ട്. അള്ളാഹു തആല തൗഫീഖ് തന്നാൽ, നിങ്ങൾ അവിടെയൊക്കെ കളിച്ച കളി നോക്കി. നിങ്ങൾ ഫഅറദിന, ഇവിടെ ഇറാദത്തിനെ രണ്ടാളിലേക്ക് മാറി മാറി ചേർക്കുന്നുണ്ട്. ഫഅറദിന അയ്യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മാ. ഒരു ഏറ്റവും നല്ല പരിശുദ്ധ പകരം പടച്ചോൻ കൊടുക്കണമെന്ന്. അപ്പൊ അവിടെ കർമ്മ ആരുടേതാണ്? പടച്ചോൻ. ഉദ്ദേശം എന്റേതുമാണ്. ഞാൻ ഉദ്ദേശിച്ച പടച്ചോൻ കൊടുക്കും. അപ്പൊ എനക്ക് ആൺകുട്ടീനെ വേണമെങ്കിൽ ആരോട് പോയി പറഞ്ഞാൽ മതി? ഔലിയ പാപ്പാനോട്. ഔലിയ പാപ്പ ഉദ്ദേശിച്ച പടച്ചോൻ കൊടുക്കും, കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? കൊടുക്കണത് ആരെന്നെ? അള്ളാഹു തന്നെ. പക്ഷെ ഔലിയ പാപ്പ ഉദ്ദേശിച്ച അള്ളാഹ് കൊടുക്കും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. ഒരു കാര്യം ആണ് തീരുമാനിച്ചാൽ, വലിയ തീരുമാനിച്ചാൽ അള്ളാഹ് കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്. നരകത്തിൽ എന്റെ മുരീദ് കടക്കരുതെന്ന് ശൈഖ് വിചാരിച്ചാൽ ഉണ്ടാവില്ല. നിങ്ങളവിടെ ചൂട്ടടി തരേണ്ട കാര്യമല്ല. അവിടെ ഒരു കാതിരി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? അത് ആരുദ്ദേശിച്ചു? വലിയ ഉദ്ദേശിച്ച ആര് നടപ്പിലാക്കും? അള്ളാഹ് നടപ്പിലാക്കും. കാരണം അള്ളാഹ് ഉദ്ദേശിച്ച് ഇവിടെ ആര് നടപ്പിലാക്കിയിട്ടുണ്ട്? വലിയ നടപ്പിലാക്കി. അപ്പൊ വലിയ ഉദ്ദേശിച്ച അള്ളാഹ് നടപ്പിലാക്കും. അതൊക്കെ മൂപ്പരോട് പറയണ്ട. എന്താ കാര്യം? മൂപ്പരോടാണ് പറയേണ്ടത്. എന്തുകൊണ്ട് പറയണം? ഇജ്ജ് അള്ളാഹിനോട് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടൂല. കാരണം അള്ളാഹ് പറഞ്ഞ ഇജ്ജ് നടപ്പിലാക്കണില്ല. വലിയ അള്ളാഹ് പറഞ്ഞ നടപ്പിലാക്കണത് കൊണ്ട് വലിയ പറഞ്ഞത് അള്ളാഹ് നടപ്പിലാക്കും. നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ മനുഷ്യന്മാരെ? ഇതിന്റെ മയന നിങ്ങൾ കുട്ടി ഉണ്ടാകാം. ഔലിയപ്പാപ്പനോട് പറഞ്ഞ എന്താ കാര്യമാണ്? ഔലിയപ്പാപ്പനോട് പറഞ്ഞൊരു കാര്യമുള്ളൂ. കാരണം അള്ളാഹു ഉദ്ദേശിച്ചത് നടപ്പിലാക്കണ ആളാണ് ആര്? വലിയ. അപ്പൊ വലിയ പറഞ്ഞ ആര് നടപ്പിലാക്കും? അള്ളാഹ് നടപ്പിലാക്കും. തന്നെ എല്ലാം ഈ സലാം 2 ആഴ്ച മുന്നോട് പറഞ്ഞു മറ്റേ പീടിയ പൊളിഞ്ഞു, നമുക്ക് പീടിയ വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനും പറഞ്ഞിട്ട് കാര്യമല്ല, പറയേണ്ടവരോട് പറയാ. ആയിക്കോട്ടെ പറഞ്ഞാൽ ചെയ്താളാ, ഇല്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഓരോട് എന്തിനാണ് പറയണത്? ഓരോ ദ്വാ ചെയ്താൽ മതി. അവരല്ലാൻ്റെ ദീന് അള്ളാന്ന് വിചാരമുള്ളവരാ. അവർക്ക് ഒരു ലക്ഷ്യമല്ല. ആരാ ലക്ഷ്യം? അള്ളാഹു. അങ്ങനത്തെ ആളുകൾ നോക്കിക്കോ. എവിടെ ഏതാണെന്നൊന്നും ഇതൊക്കെ പറഞ്ഞു തരണ്ട. അപ്പം ഞാൻ അതൊന്നും റഹ്മത്തുള്ളാഹിക്ക് അറിയില്ല എന്ന് വിചാരിക്കണ്ട. അങ്ങനെയും വിചാരിക്കണ്ട. നിൻ്റെ അടുത്ത് പാഞ്ഞു വരുമൊന്നും വേണ്ട. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളോട് പരക്കെ പറയുന്ന പണിയും എനിക്കില്ല. രഹസ്യം 4 ആളോട് പറഞ്ഞ പരസ്യമായി. രഹസ്യമായിട്ട് നിന്നോട്ടെ. പക്ഷെ ഇതൊന്നും വെറുതെ പറയല്ല. ഈ ദിക്കണ മുന്നിൽ ആള്. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞപ്പോൾ അവരായിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഞാൻ സലാമിനെ കണ്ടപ്പോൾ സലാം പറഞ്ഞു, പീടിയൻ്റെ പണീൻ്റെ ആരംഭിച്ചു. അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വലിയ പണിയിലാണ്. മനസ്സിലായില്ല? പീടിയ അവരും ഇത് നടപ്പിലാക്കി കൊടുക്കേണ്ടവൻ ആരാണ്? അള്ളാഹു. പക്ഷെ അള്ളാഹുവിൻ്റെ കാര്യം ഇവിടെ നടപ്പിലാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ആരും നടപ്പിലാക്കും? അള്ളാഹ് നടപ്പിലാക്കും. അത്രയേ ഞാൻ ഉദ്ദേശമുള്ളൂ. ഫഅറദിന നോക്കിക്കളാ രണ്ടും. ഫഅറദിന കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഉദ്ദേശിച്ച പഠിച്ച കുട്ടീനെ കൊടുക്കും. എന്തുകൊണ്ട്? ഈ മതിൽ പൊളിയരുത്, ഇത് ആരെങ്കിലും നന്നാക്കണം എന്ന് ആരുദ്ദേശിച്ചിട്ടുണ്ട്? അള്ളാഹ് ഉദ്ദേശിച്ചു. ഞാൻ ഇവിടെ നടപ്പിലാക്കി. അള്ളാഹിന്റെ ഉദ്ദേശം ഞാൻ നടപ്പിലാക്കി. എൻ്റെ ഉദ്ദേശം അള്ളാഹ് നടപ്പിലാക്കി. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധത്തിലാണ്. ഇതിനാണ് വലിയ അറിയാം. ഇപ്പൊ വലിയ അള്ളാഹിനെ പറ്റി പറയാ.
മനുഷ്യനെ പറ്റിയും പറയാം, രണ്ടും ഉണ്ടല്ലോ. അല്ലാഹു വലിയുല്ലദീന ആമനു അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വലിയ. ചിലർ പറയുന്നുണ്ട്, മനസ്സിലായില്ല, വലിയ നല്ലതല്ലേ, അല്ലാഹു വലിയുല്ലദീന ആമനു, അങ്ങനെ ആയത്തിലില്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അള്ളാഹ് കുറേ ഉണ്ടാകേണ്ടി വരുമല്ലോ. അലാ ഇന്ന അവിടെ ജമ്മാണല്ലോ, അപ്പോൾ അള്ളാഹ് ഒരുപാട് ഉണ്ടാണ്ടിയില്ലേ. അപ്പോൾ വലിയ രണ്ടാക്കും പേരുണ്ട്. അള്ളാഹിൻ്റെ കാര്യം ഇവിടെ നടപ്പിലാക്കി കൊടുക്കുന്നവൻ വലിയൻ്റെ കാര്യം നടപ്പിലാക്കി കൊടുക്കുന്നവൻ ആര്? അവിടെ അള്ളയും വലിയ. മനസ്സിലായില്ല? അള്ളയും വലിയാണ്, വലിയാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വലിയാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ കാര്യം നടപ്പിലാക്കി കൊടുക്കേണ്ടത് ആരാണ്? അള്ളാഹു ആണ്. അള്ളാഹിന്റെ കാര്യങ്ങളോ ഇന്ന ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നവർ ഇവിടെ ആരാണ്? വലിയാണ്. രണ്ടാളി വലിയ അറിയാം, അള്ളാഹും വലിയാണ്. ഈ അങ്ങനത്തെ ഒരു വ്യക്തി പറഞ്ഞു, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നിന്റെ തവല്ലനി ഫീമൻ തവല്ലൈത ഒരു ദുആ മാത്രം. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത, അതൊരു ഇതാഅത്ത, ഒരു വഴിപ്പെടുന്ന ദുആ. വഅഫിനി ഫീമൻ വതവല്ലനി, നീ എന്നെ ഏറ്റെടുക്കണം. അതേസമയത്ത് ഒരു ഷെയ്ഖ് പറഞ്ഞു ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന്. ഷെയ്ഖായൊരു ഷെയ്ഖാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ പേടിക്കന്നെ വേണ്ട. ലാ ഖൗഫുൻ അലൈഹിം. മനസ്സിലായത്? മുരീദി തമസ്സക് ബി, മുരീദെ എന്നെ പിടിച്ചോ, ഫകും ബി വാസിഖ, എന്നെ മുറുകെ പിടിച്ചോ, ഫഹ്മിക ഫി ദുനിയ, ദുനിയാവിൽ ഞാൻ രക്ഷപ്പെടുത്തി തരാം. രക്ഷപ്പെടുത്തി കൊടുക്കേണ്ടവൻ ആരാണ്? അല്ലാഹു. പക്ഷെ ഇവിടെ ഫഅറദിന, ഷെയ്ഖ് ഉദ്ദേശിച്ചാൽ മതി ആര് രക്ഷപ്പെടുത്തും? അതാണ് ആയത്ത്. പറഞ്ഞ മനസ്സിലാക്കിയില്ലെങ്കിൽ പറഞ്ഞുതരാം, ഇനിയും പറഞ്ഞുതരാം. മനസ്സിലായില്ലേ? വലിയ ഉദ്ദേശിച്ചാൽ ആര് നടപ്പിലാക്കും? എന്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് വലിയ നടപ്പിലാക്കണ്ട്. നമ്മളതല്ല, നമ്മൾ UDF ഉദ്ദേശിച്ചാണ് നടപ്പിലാക്കണത്. അതാണ് പ്രശ്നം. നമ്മൾ മുതലാളിമാരും ഉദ്ദേശിച്ചാണ് നടപ്പിലാക്കണത്, നമ്മൾ രാഷ്ട്രീയക്കാരും ഉദ്ദേശിച്ചാണ് നടപ്പിലാക്കണത്, നമ്മൾ UDF ഉദ്ദേശിച്ചാണ് നടപ്പിലാക്കണത്, നമ്മൾ ലീഗ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും. ഞാനും ഒഴിവാകണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ കുറ്റം പറഞ്ഞു പ്രശ്നം ഉണ്ടാകണ്ട. തേള്, പാമ്പ്, പൂച്ച, കുതിര എല്ലാം അതിനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവരുദ്ദേശിച്ചാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. ഔലിയാക്കളോ ആരുദ്ദേശം നടപ്പിലാക്കണത്? അള്ളാഹ് ഉദ്ദേശിച്ച് ഔലിയാക്കൾ നടപ്പിലാക്കും. ഔലിയാക്കൾ ഉദ്ദേശിച്ച് ഔലിയാ നടക്കും. അപ്പോൾ ഓല കുതിര കയറാൻ ഇജ്ജ് നടക്കണ്ട, ഓല തോല് ചീന്താൻ മാത്രമൊന്നും ഇജ്ജ് ഇല്ല മോലിയരെ. എന്നെപ്പോലത്തെ 4000 ആൾ കൂടിയാലും ഉണ്ടാവില്ല. ആർക്ക് തിരിഞ്ഞിട്ടില്ല? വകൈഫ തസ്ബിറു അലാ മാലം തുഹിത ബിഹി ഖുബ്റാ, സൂക്ഷ്മജ്ഞാനം താങ്കൾക്ക് പോലും കിട്ടാത്തതാണ് എൻ്റെ കർമ്മങ്ങൾ, പിന്നെ താങ്കൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അപ്പം ഇന്ന് ഈ ലാഹിരി മൗലിയന്മാർ പറഞ്ഞാലേ ശേഖന്മാരത്തേക്ക് പോകാൻ പാടുള്ളൂ എന്നത് നിങ്ങളെ വീണ്ടും ഊറ്റാനുള്ള ശ്രമം മാത്രമാണ്. അതൊരു ചൂഷണത്തിൻ്റെ താല്പര്യമാണ്. ഔലിയാക്കന്മാർ മശായിഖന്മാരുടെ അടുത്തേക്ക് നാട്ടുകാരെ വിടാതെ ഇവരത്ത് വട്ടത്ത് തിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഊറ്റൽ ഇനിയും തുടരുന്നു. അത്രയേ ഉള്ളൂ. മൗലിയന്മാരെ നിങ്ങൾ ഊറ്റാൻ നിന്ന് കൊടുക്കണം. അതേസമയത്ത് മറ്റോടത്തേക്ക് നിങ്ങൾ പോകാൻ നിൽക്കണ്ട. അത് ഊറ്റാനൊക്കെ നിന്ന് കൊടുക്കപ്പോൾ നിങ്ങൾ ഇന്ന ഊറ്റാണെങ്കിലും എനിക്ക് നിങ്ങൾ ഊറ്റിക്കോട്ടെ എന്ന് വിചാരിച്ച് സംഭവം മനസ്സിലായില്ല. നമ്മളെ നാട്ടിലൊരു മുതലാളി 25,000 പൈസ കൊടുത്തിരുന്ന സംഭവം, ഒരു മുതലാളി, നമ്മുടെ നാട്ടിലെ മുതലാളി 25,000 പൈസ കൊടുത്തിരുന്ന ഒരു സംഭവം എന്നോട് ആ നാട്ടുകാർ പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതൊരു 20 കൊല്ലം മുമ്പ് ഈ സംഭവം എന്നോട് 25 കൊല്ലം മുമ്പാണ് എന്നോട് പറയണേ. എങ്ങനെയെന്നറിയാം? മുതലാളി പൈസ കൊടുക്കുമ്പോൾ പിന്നെ അങ്ങനെ എല്ലാ വരുന്നവർക്കും 50 ഉറുപ്പ്യ കൊടുക്കും. 50 അന്നൊക്കെ വലിയ പൈസയാണ്. 25 കൊല്ലം മുമ്പാണ് 50 ഉറുപ്പ്യ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്തു? ഒരുത്തൻ എന്ന് പറഞ്ഞാൽ ഒരുത്തന് സൈക്കിൾമ വന്നിട്ട് എന്ത് ചെയ്തു? 5-6 കുപ്പായം കൊണ്ടുവന്ന് വെച്ച്. സൈക്കിൾമ ആദ്യം ഒരു കുപ്പായിട്ട് വന്നാണ്ട് എന്ത് വാങ്ങി? 50 ഉറുപ്പ്യ വാങ്ങി പോയി. പിന്നെയും വന്നു, അപ്പോഴും വേറെ കുപ്പായിട്ട് വന്നു. മനസ്സിലായില്ല? അപ്പോഴും 50 ഉറുപ്പ്യ വാങ്ങിപ്പോയി. അപ്പം മുതലാളി ഇത് പൈസ കൊടുക്കണോല് മുതലാളി തൊട്ടടുത്തിരിക്കുന്നുണ്ട്. നേരത്തെ വന്ന ആളാണ്. അപ്പം മുതലാളി പറഞ്ഞു, ഒന്നേ പേരും ഓന് എത്ര വന്നാലും നിങ്ങൾ കൊടുത്തോളി. അപ്പം ഇവിടെ ഇപ്പം വിചാരിക്കണ മുതലാളിനെ പറ്റിക്കാനാ. മുതലാളി പറ്റിക്കാനാണ് ഈ മെനക്കെട്ട മതിയല്ലോ. മനസ്സിലായില്ല? അപ്പം നിങ്ങളിപ്പോൾ ഞാൻ പറയണേ, ഞങ്ങൾ പറയാതെ നിങ്ങൾ ഔലിയാക്കന്മാരെത്തേക്ക് ഷെയ്ഖന്മാരെത്തേക്ക് പോകണ്ട. ഞങ്ങൾക്ക് തന്നെ നിങ്ങളെ ഊറ്റണം എന്നാണെങ്കിൽ നിങ്ങൾ ഊറ്റാൻ നിന്ന് കൊടുത്താൽ. പക്ഷേ ഷെയ്ഖന്മാരെത്തേക്ക് പോകാൻ നിൽക്കണ്ട, നിങ്ങളെ ഈമാൻ നാശാക്കും.
നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ഞാനിവിടെ മുതലാളിയെ ഉപമയായി കൊണ്ടുവന്ന എന്തെന്നാൽ ഈ ലായിരി ശരീരത്തിൻ്റെ മൂല്യന്മാർ, ഈ സംഘടനാവാദികൾ ശൈഖന്മാരെ തേടിപ്പോകുന്ന ജനങ്ങളെ തടയാനുള്ള കാരണം അവർക്ക് വട്ടത്ത് തിരിച്ചിട്ട് എന്ത് ചെയ്യണം? ഊറ്റണം. അതിന് ഊറ്റങ്ങളെ നിന്നോടുത്താളി. ഊറ്റൽ വേണം. ഔലിയാക്കൾക്ക് ഊറ്റേണ്ടി വരില്ല. ഊറ്റങ്ങൾ നിന്നോടുത്തോളി. അതേസമയത്ത് ഷെയ്ഖിനടുത്ത് പോകാൻ നിൽക്കണ്ട. മല്ലം യക്കൂ ലഹു ഷെയ്ഖുൻ ഫശൈഖുഹു ശൈത്വാൻ. തീരപ്പം ഞാൻ കാണിച്ചത് ഇത് ഉണ്ടാകല്ല. ഇനി അല്ലെങ്കിൽ ഇതൊന്നും ഈ കിതാബൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്ന് മൂല്യമായി ഇനി പറയണം. ചിലപ്പോൾ പറയില്ല എന്നൊന്നുമില്ല. അപ്പം ഇതാണ് ഇതൊരു ആരെയും നാശാക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഈ ജാതി ചില വിടുവായത്തങ്ങളും തോന്യാസങ്ങളും വിഡ്ഢിത്തരങ്ങളും ഇവർ പറയുന്നത് കേട്ടിട്ട് കുഴങ്ങിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് എടുത്തത്. ഇനി ഇങ്ങനത്തെ നൂറുകണക്കിന് വിഷയങ്ങൾ ഇനിയും ഇതിൻ്റെ പിന്നിലൊക്കെ പറയാനുണ്ട്. ഇനിയും നൂറുകണക്കിന് കാര്യങ്ങൾ പറയാനുണ്ട്. നൂറുകണക്കിന് കാര്യങ്ങൾ പറയാൻ അന്നിതിൽ പറയുന്നില്ല. ഔലിയാക്കന്മാരെന്തിലും ഇടപെടും. ഇപ്പോൾ ഒന്നാമത്തത് സാമൂഹിക കാര്യം, രണ്ടാമത്തെ വ്യക്തിപര, മൂന്നാമത്തെ ഹക്കിടപാട. ഇവിടെ ഈ വലിയ 3 കാര്യത്തിൽ ഇവിടെ ഇടപെടുന്നതായി നമ്മൾ കാണുന്നു. ഒന്നാമത്തെ കാര്യം സാമൂഹിക, ഒരു സമൂഹം അവിടെ കഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം വ്യക്തിപര, ഒരാളുടെ വ്യക്തിപരമായ ഈമാൻ, അപ്പോൾ ഓനാണ് ശരിയാക്കുക, നമ്മളെ കൊണ്ട് ശല്യമല്ലോ. മൂന്നാമത്തത് എന്താ? സമ്പത്ത, ഹക്കിടപാട. അപ്പം വല്യാപ്പയുടെ വെച്ച ആ ഹക്ക് ആരെ കയ്യിൽ തന്നെ എത്തണം? ആ യഥാർത്ഥ അവകാശിക്ക് എത്തണം. അതിനിവിടെ വലിയ പണിയെടുക്കണം. അപ്പോൾ ഹക്കിടപാടിൽ ഇടപെടും. സാമൂഹിക കാര്യം, വ്യക്തിപരമായ എന്തിലും ഇടപെടും. അവർ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലും ഒന്നും ചെയ്യരുത്. പിന്നെ അനങ്ങാൻ പാടില്ല. കാരണം അവർക്ക് ഒമാ ഫഅൽതു അൻ അംരി, ഇതൊന്നും എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ ചെയ്യല്ല. ഒമാ ഫഅൽതു അൻ അംരി, ഞാൻ ഇതൊന്നും സ്വയം ചെയ്തതേ അല്ല. അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യും. ഇപ്പം എൻ്റെ കുട്ടി ബാപ്പ പറയാൻ കേട്ടിട്ടുണ്ട്, പിന്നെ മുതലാളിമാരെ മക്കൾക്കാണ് അക്കാലത്ത് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ബീരാൻ പാപ്പാനെ പോയി കൊണ്ടുവരും. അക്കാലത്ത് വലിയ വലിയ രോഗങ്ങൾ മുതലാളിമാരെ മക്കൾക്ക് ഉണ്ടാവും. അപ്പം മുതലാളിമാർക്കൊക്കെ അക്കാലത്ത് വലിയ വലിയ പോത്തുകളും അങ്ങനെ കന്നുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ബീരാൻ പാപ്പ വന്നാൽ ഉടനെ 1-2 പോത്തുകളും ചൂണ്ടും. പിടിക്ക് അതിനെ പിടിക്ക് അവർക്ക് എന്താ ഇപ്പം എന്താ വേണ്ടത്? മകളെ ദീനം മാറണം. അതിന് ബീരാൻ പാപ്പനെ എന്നാൽ ഔലിയാപ്പാപ്പ വേഗം എന്താ ചെയ്യുക? തൊഴുത്തിലേക്ക് പോക്കിയിട്ട് വലിയ 2 കാളകളെ പോത്തുകളെ അറുക്കാൻ പറയും. ഏർത്തിട്ട് എന്ത് ചെയ്യണം? വലിയ ചെമ്പ് കൊണ്ടുവന്നിട്ട്, വലിയ ചെമ്പുണ്ടാവും പഴയകാലത്ത്, ചെമ്പ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? കറി വെക്കുക. ഓൻ്റെ വല്ലത്തിൽ തന്നെ പൂത്ത അരി ഉണ്ടാവും ഇഷ്ടം പോലെ. ആജാത്ത് മുതലാളിമാരും സാധുക്കൾക്ക് 99% അക്കാലത്ത് ആരാ? ഒരു മൂർക്ക് കഞ്ഞിൻ്റെ വെള്ളം കുടിക്കാത്ത പാവങ്ങൾ. അക്കാലത്ത് ഇവിടെ ഔലിയാപ്പാപ്പ ചെയ്യുന്ന പണി ഞങ്ങൾ നോക്കണ്ട്. അതായത് എന്ത് ചെയ്യും? ഈ പിന്നെ മുതലാളിൻ്റെ അരിയിൽ കയറി 10-20 വെച്ചു കൊടുക്കും. എന്നിട്ട് നാട്ടുകാരൊക്കെ വിളിക്കറിയും. എല്ലാവരും നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുത്തും. ഔലിയാപ്പാപ്പ അവിടെ കുത്തിരിക്കും. എല്ലാവരും വരും. അവരെ കൊണ്ട് കുറച്ച് നേരം ദിക്റ് ചൊല്ലിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കൊടുക്കറിയും. മനുഷ്യന്മാർക്ക് തിന്നാനും കെട്ടിക്കൊണ്ടുപോകാനും ചോറങ്ങനെ കൊടുക്കും. പിന്നെ തിരിച്ചു പോകാൻ വരും. അധീനല്ല കേട്ടോ, അധീനുണ്ടാവില്ല. കാരണം ഭക്ഷണം കൊടുക്കൊണ്ടാൻ ആരാണ്? റബ്ബാണ്. അല്ലേ കുട്ടി? ഭക്ഷണം കൊടുക്കേണ്ടവൻ ആരാണ്? അല്ലാഹു അല്ലേ? ദീനം മാറ്റി കൊടുക്കേണ്ട ഡോക്ടറും അല്ലേ? ദീനം മാറ്റി കൊടുക്കേണ്ട പ്രഥമ ദൃഷ്ട്യാ അതല്ലേ? അപ്പൊ അവിടെ പണി മാറ്റി കൊടുക്കാണ്. എന്ത്? സാധുക്കളെ പട്ടിണി പൈപ്പ് ആര് മാറ്റി കൊടുക്കും? ഔലിയാപ്പാപ്പ മാറ്റി കൊടുക്കും. ഈ മനുഷ്യന്റെ മകൾക്ക് ഇനി ദീനുണ്ടാകരുതട്ടോ എന്ന് അറദിനാ ഈ ബുദലഹുമാ അത് വേണ്ടട്ടോ എന്ന് പഠിച്ചാൻ ഔലിയാപ്പാപ്പ പറഞ്ഞാൽ അല്ലാഹു തആല പിന്നെ ദീനല്ല, ഓളെ നല്ല സുന്ദരിയായി കെട്ടിച്ചു. അങ്ങനെയുണ്ടോ? ഇതിനൊക്കെ 100 ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനും എനിക്ക് കഴിയും. അതിന് അനുഭവസ്ഥന്മാരെ ഇവിടെ എനിക്ക് കാണിക്കാനും കഴിയും. ഇവിടെ ഈ ദാറുൽ ഖുർആനിൽ വന്ന സംഭവങ്ങളുണ്ട്. ഒന്നും ഞാൻ ഇപ്പം പറയണില്ല. അതുകൊണ്ട് ഇതൊന്നും കച്ചവടാക്കൽ നമ്മുടെ ഉദ്ദേശമല്ല. ഈ ദാറുൽ ഖുർആനിൽ കുഴങ്ങിയിട്ട് വന്നിട്ട് ആ കുഴക്ക് തീർത്ത് കുടുങ്ങിയ വ്യക്തി വന്നിട്ട് കുഴങ്ങ് തീർത്ത് റാഹത്തായി തിരിച്ചു പോയ സംഭവം എനിക്ക് പറയാൻ കഴിയും. 24 മണിക്കൂറിന് പോയി തിരിച്ചു പോയ സംഭവം എനിക്കറിയാം. ഒന്നും എൻ്റെതല്ല. അക്കവുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, അവർ ചെയ്തു കൊടുക്കും. അവരൊക്കെ ആരുടെ ആളുമാണ്? അതാണ്. അപ്പോൾ അതെന്നെ ഔലിയാക്കളെ കളിയാക്കരുത്, അവരെ സാരപ്പെടുത്തരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കാം.
അപ്പോൾ ഇൻഷാ അല്ലാഹ് അൽ കഹ്ഫിൻ്റെ 8ാമത്തെ വ്യാഖ്യാനമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനിയും ഇതിൻ്റെ അപ്പുറത്തൊക്കെ ചെറിയ മാന്തല. അതിന് ബാക്കി നിങ്ങൾ ചിന്തിക്കുക, ബാക്കി നിങ്ങൾ പഠിക്കുക. ഔലിയാക്കളെ കുറ്റം പറഞ്ഞ കൂട്ടത്തിൽ പെട്ടുപോകരുത്. അവരൊക്കെ അല്ലാഹുവിൻ്റെ ഫവജദ അബ്ദൻ മിൻ ഇബാദിനാ. അത് 1, 2, 10, 100 അല്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ട്. ഇല്ലാന്ന് അവർ പറയരുത്. അവർക്ക് വഴിപ്പെടുക. നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാ ഫിറാഖു ബൈനഹും, ഞാൻ പിരിഞ്ഞു നോക്കുക, ആരോടും ഉണ്ടണ്ട. കാരണം അവരെ ഉൾക്കൊള്ളാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. അവർ ചെയ്ത ശരിയാകാത്തതുകൊണ്ടല്ല, നമുക്കത് നമ്മുടെ ശരീരത്തിനോട് യോജിക്കണില്ല. അവർക്ക് വേറെ ശരീരത്തായിരിക്കും. ഈ ഖുർആനിൽ തന്നെ ഇനി 100 ശരീരത്തുണ്ടാവും, ഇനി വേറെ ഇതുണ്ടാവും. ഇപ്പം മഹ്ദി ഇമാമോട് വന്നാൽ വേറെ നിയമങ്ങൾ നടപ്പിലാക്കും. ആ നിയമം ഇപ്പം നമുക്കറിയില്ല. മഹ്ദി ഇമാമ ഫാത്തുൽ നോക്കിയിട്ടല്ല വിധി പറയുന്നത്, പിന്നെ എന്ത് നോക്കിയിട്ടാണ്? അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ വിധി ഇങ്ങനെ പറയും. അത് നമ്മൾ പഠിച്ച ഫിഖ് തന്നെ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ പഠിച്ച ഫിഖ് നടപ്പിലാക്കാനല്ല ആര് വരുന്നത്? അത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ നേതാവാണ് ആര്? മഹ്ദി ഇമാം. ആ ഫിഖിന് നമ്മൾ വഴിപ്പെട്ട് കൊടുക്കണം. ഈ ഫിഖിനെ എതിര് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇന്നത്തെ ലാഹിരി ഉലമാക്കൾ അവർക്ക് എതിരാവും. فما أطاعه أحد من العلماء حتى إذا ما رأوا في يده سيفا مسلولا എന്നൊരു വരി ഞാൻ എവിടെയോ കണ്ടു. എന്താ പറഞ്ഞത്? ഊരിപ്പിടിച്ച വാള് കണ്ടിട്ടില്ലാതെ ആലിമീങ്ങൾ വഴിപ്പെടില്ല. എന്തുകൊണ്ട്? ആലിമീങ്ങളെ ശരീരത്തിനോട് ചിലപ്പോൾ യോജിക്കൂല. അപ്പൊ അവരെന്ത് മനസ്സിലാക്കണം? ഇതിന്ന് അൽ കഹ്ഫ് ഖിയാമത്ത് നാൾ പഠിക്കേണ്ട സൂറത്താണ്. അങ്ങനത്തെ അബിതൊക്കെ ഉണ്ടാവും. അത് നമ്മളെ ഒപ്പ് ആവൂല, വേറെ ഒപ്പാണ് ഉണ്ടാക്കുക. മനസ്സിലാണ് പറഞ്ഞത്. ഏതായാലും ശേഖന്മാരെയും ഔലിയാക്കളെയും തൂക്കാനോ അരിച്ചാനോ കണക്കാനോ ആര് പോയാലും ഈ കൂട്ടത്തിൽ പോകണ്ട. അള്ളാഹു പ്രകാശത്തെ ഊരിക്കളയും. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവരെ കാലം കഴിഞ്ഞു അവരിഞ്ഞുണ്ടാവില്ല എന്നും പറയണ്ട. അതൊക്കെ ഇന്നത്തെ ആധുനിക വിഡ്ഢികളുടെ ശുദ്ധമായ പോഷ്കുകൾ മാത്രമാണ്. റബ്ബന അലൈക തവക്കൽന. ആ മുഖം അവസാനിച്ചിട്ടില്ല. 8ൽ നിർത്തി. ഇനി വേറൊരു ദിവസം കാലത്ത് പറയാം. നാളെ റമളാനുൽ മുഹമ്മദിയ എന്ന ക്ലാസ്സാണ്. നാളെ മറ്റന്നാളും ഇൻഷാ അല്ലാഹ്. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്നാ വ ഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.